അത്ഭുതം, അതിശയം. അതെ, അത്ഭുതമായിരുന്നു, അതിശയമായിരുന്നു കല്ലട VBS. കല്ലട VBSന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം കൂട്ടുകാർ ഒരുമിച്ച് കൂടി വ്യത്യസ്തമായ നിലയിൽ ഈ VBS നടന്നത് അല്ലേ സാറേ? നല്ല ഗെയിംസ്, ആക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു, ഒരുപാട് എൻജോയ് ചെയ്ത ഒരു VBS ആയിരുന്നു. ഒത്തിരി അധികം കുഞ്ഞുങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഒത്തിരി കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഡെഡിക്കേഷൻ സമയത്ത് തീർച്ചയായിട്ടും ഒത്തിരി കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ വ്യത്യസ്തമായ ഒരു VBS ആയിരുന്നു കല്ലടയിൽ വെച്ച് നടന്നത്. കല്ലടയിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുകയാണ്. വ്യത്യസ്തമായ VBSന്റെ ആ ആഘോഷ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ പങ്കുവെക്കുന്നു. God bless വർഷങ്ങളായി രോഗി കിടന്നു, സൗഖ്യം നേടാൻ കഴിഞ്ഞതില്ല. വർഷങ്ങളായി രോഗി കിടന്നു, സൗഖ്യം നേടാൻ കഴിഞ്ഞതില്ല. സൗഖ്യദായകൻ യേശു വന്നു, വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു. സൗഖ്യദായകൻ യേശു വന്നു, വിശ്വാസം കണ്ടിട്ട് യേശു പറഞ്ഞു. കിടക്ക എടുത്ത് നടക്കാം, കിടക്ക എടുത്ത് നടക്കാം, കിടക്ക എടുത്ത് നടക്കാം. ആ തന്തന താനേ ഹല്ലേലൂയ, ആ തന്തന താനേ ഹല്ലേലൂയ, തന്തന താനേ ഹല്ലേലൂയ, തന്തന താനേ ഹല്ലേലൂയ, തന്തന താനേ ഹല്ലേലൂയ, തന്തന താനേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ മെയിൻ സെഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ജോഷി സാറ് ആ കാര്യങ്ങൾ പറയാൻ. സാറേ എത്തിയോ? വിളിച്ചോ? ഇല്ല, എന്നെ വിളിച്ചു. സാറിനെ വിളിച്ചേ? ഇല്ല, സാറിനെ വിളിച്ചു. ആ എന്തോ സാറേ, സാർ ഒന്ന് വിളിച്ചു നോക്കിയേ. ഹലോ, എത്തിയിട്ടുണ്ടോ? പാട്ടിട്ടാലേ മാത്രമേ വരുവോ? ഓക്കെ. കുഞ്ഞുങ്ങളെ എഴുന്നേപ്പിക്കണോ? ഓക്കെ. പാട്ടിട്ടാലേ മാത്രം. ഓക്കെ. നമ്മൾ വന്നിട്ടുണ്ട്. ഇല്ല, ഒരു മ്യൂസിക് ഇട്ടാലേ മാത്രമേ ആ കൂട്ടുകാരൻ നമ്മുടെ ഇവിടെ വരും. താല്പര്യമുണ്ടോ? യെസ് ഓർ നോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാടി എഴുന്നേക്കാം. ചാടി എഴുന്നിട്ട് മ്യൂസിക് ഇട്ടിട്ട് ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ എത്തും. കാണാൻ ആഗ്രഹമുണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? അമ്മച്ചിമാർ എഴുന്നിട്ടല്ലോ. ഓക്കെ, മ്യൂസിക് ഇടാം. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ ഇപ്പം വന്നിട്ടുണ്ട്, ലൈനിലുണ്ട്. യെസ്, കാണോ? യെസ്, നമ്മുടെ കൂട്ടുകാരൻ. യെസ്, നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. എന്നും ഞാൻ ഹാപ്പിയാ, ഓഹോ എന്നും ഞാൻ ഹാപ്പിയാ. കൂടെ ഒപ്പം എപ്പോഴും നല്ലൊരു സഖിയായി നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പനായെന്നും കൂടെ ആരും അറിയാതെ, ആര് വെറുത്താലും ആര് തള്ളിയാലും എന്നും ഞാൻ ഹാപ്പിയാ. ആര് കൂടില്ലേലും ആര് മിച്ചാലും ആര് മിണ്ടില്ലേലും ഞാൻ ഹാപ്പിയാ. ലാ 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 ലാ
വന്നവരും കൂടില്ലേലും ഹാപ്പിയാ. നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കൂടില്ലേലും ഹാപ്പിയാ. കൂടെ നിന്നവരും കൂടെ വന്നവരും നടന്നവരും കൂടില്ലേലും സാറേ പറഞ്ഞു നിങ്ങൾ അവിടെ ഒത്തിരി തൂക്കാണ്ടിൽ വന്ന് നിങ്ങൾക്ക് എനർജി ഇല്ല, അതുവേണ്ടി ഒത്തിരി വിഷമമുണ്ട്. എനർജി ഉണ്ടോ? കല്ലട VBS എനർജി ഉണ്ടോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് 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 യോ യോ യോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി അവിടെ നിന്ന് വന്ന് ഇവിടെ TV വരെ ഉണ്ട്. ആ TV കണ്ടിട്ട് ഫസ്റ്റ് ടൈം TV കാണുന്നേ, അതുവേണ്ടി ഒത്തിരി ആകാംക്ഷ. എങ്ങനെ ഓക്കെ ഓക്കെ അവിടെ ഒത്തിരി ദൂരെ നിന്ന് വന്നതാ. ഫ്ലൈറ്റ് കയറി അവിടെ ചാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എയർപോർട്ടിൽ വന്നായി ഇറങ്ങിയേ. ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ഓക്കെ പറയുന്നു നിങ്ങൾ ഒത്തിരി നല്ല കുഞ്ഞുങ്ങളാ, പക്ഷേ എനർജി കാണുന്നില്ല. എനർജി ഉണ്ടോ? പ്രധാന ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കാൻ ഊക്കാണ്ടത് ഇവിടെ വന്നതാ, പക്ഷെ നിങ്ങൾ ഇവിടെ വായി നോക്കിയിരിക്കുക. Song, yes. Yeah. നിങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ചാൽ മാത്രമേ വല്ലം ആ ഗിഫ്റ്റ് നിങ്ങൾക്ക്. ഈ പേരറിയോ? പേര് കണിയോ? ബണ്ണി. ഓർക്കെ ബണ്ണി. ഞങ്ങൾ റെഡിയാകുന്നു കൂടെ ഡാൻസ് കളിക്കാൻ. വല്ലം കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓൺലി ഡാൻസ് കളിക്കാൻ വേണ്ടി ആരോഗ്യം വേണ്ടേ? എല്ലാം കഴിച്ചിട്ടുണ്ട്, എല്ലാം ദഹിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഓർമ്മിച്ച് ഡാൻസ് കളിക്കാൻ പോവാ. കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. എല്ലാരും പൗഡർ ഇട്ടിട്ടും എല്ലാരും സ്പ്രൈറ്റ് ഇട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഒരു മണം ഇവിടെ വരുന്നില്ല. സോ ഓക്കെ നിങ്ങൾ നല്ലപോലെ കളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പോയിന്റ് നിങ്ങൾ കിട്ടും. വേണോ? Are you ready? Ready? I will ask. Are you ready? Sound right? Once more. Are you ready? Oh, super. ഓക്കെ എല്ലാം ഇപ്പം നിങ്ങളുടെ കൂടെ ബണ്ണി ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ എനർജിയോടെ ചെയ്തുണ്ടെങ്കിൽ 10,000 പോയിന്റ് നിങ്ങൾക്ക് ബണ്ണി ഇവിടെ നിന്ന് ക്യാഷ് പ്രൈസ് അല്ല മാത്രം പോയിന്റ്സ് കൊടുത്തിട്ട് പോകും. Are you ready? ബണ്ണി നിങ്ങളുടെ അടുക്കെ വരും. നിങ്ങൾ അടിക്കല്ലേ മാത്രം, ഡാൻസ് മാത്രം. ഒരു ദിവസം ബണ്ണി അങ്ങനെ പോയി, പക്ഷെ ഒത്തിരി പേര് ഇന്നെ ഇടിച്ചു. പക്ഷെ ഇങ്ങനെ ഇടി കിട്ടത്തില്ല. ഇടിച്ചാൽ നിങ്ങളെ കഴിക്കും. ഓക്കെ ഇടിക്കല്ലേ? ഓക്കെ നിങ്ങൾ ബണ്ണിയുടെ കൂടെ ഡാൻസ് കളി റെഡിയാണോ? യെസ് ഓർ നോ? മുട്ട എഗ് എഗ് കിട്ടിട്ടുണ്ട്. എരി പിന്നെ ഓക്കെ എല്ലാം വൈറ്റ് ആയില്ല പിന്നെ. ഓക്കെ റെഡിയാണോ? ബണ്ണി നിങ്ങളുടെ മുമ്പേ വരും, നിയറിൽ വരും. നിങ്ങൾ ഒരുമിച്ച് ബണ്ണിയുടെ കൂടെ ഡാൻസ് ചെയ്താൽ മാത്രമേ 10,000 പോയിന്റ് ബണ്ണി ഇവിടുന്ന് ക്യാഷ് പ്രൈസ് അല്ല പോയിന്റ്സ് കൊടുക്കും. റെഡിയാണോ? ബണ്ണിയുടെ വല്ല ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? എന്താ ചോദ്യം?
ബണ്ണിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒത്തിരി അടുത്തോട്ട് വരണ്ട. നിങ്ങൾ വീട് എവിടെയാന്ന്? സൗത്ത് സുഡാനില്. ഉഗാണ്ടയിലാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ബണ്ണിയോട്? പേര് പന്നിയല്ല, ബണ്ണിയാണ് കേട്ടോ. ആ, വയസ്സ് എത്ര? ബണ്ണി ചേട്ടാ 86 വയസ്സുണ്ടെന്ന്. കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിച്ചതാണോ? ആരാ ചോദിച്ചത് കല്യാണം കഴിച്ചതാണോന്ന്? ബണ്ണി അങ്കിള് സിംഗിൾ ആണ്, വെറും 10 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സിംഗിൾ ആണ്, പക്ഷെ 10 കുഞ്ഞുങ്ങൾ അവിടങ്ങളിലായിട്ട് പല അന്റാർട്ടിക്കയിലും സുഡാനിലും ഒക്കെ ആയിട്ട് ബണ്ണിയങ്കളിലുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ? ഉഗാണ്ടയിൽ ഒരു പാട്ട്. സാറേ, ഉഗാണ്ട ഓ വാവ്. ബണ്ണി ഞങ്ങളുടെ ഈ ഭയങ്കര അതിശയം വല്ലതും പാടാൻ പറ്റുമോ ഉഗാണ്ട ഭാഷയിൽ? പറ്റുമോ? അവരിവിടെ സഹകരിച്ചാൽ പാടാമെന്ന്. ഓക്കെ, ഒന്ന് പാടാൻ ശ്രമിക്കാമോ? ഉഗാണ്ട ഭാഷയിൽ ഏത് പാട്ടാ പാടാൻ പറ്റുന്നേ? ഞങ്ങളുടെ പാട്ട്. ഓക്കെ, നിങ്ങളൊന്ന് പാടി സ്റ്റാർട്ട് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? ബണ്ണി എന്ത് ചെയ്യും? കൂട്ടത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പാടാൻ പോവുകയാണ്. ഓക്കെ, ഒന്ന് പാടിക്കൊടുത്തേ. ഏത് പാട്ടാ പാടിക്കൊടുക്കുന്നേ? ഓക്കെ, റെഡി, 1 2 3 ഗോ. കേൾക്കുന്നില്ല അല്ലേ? കുറച്ച് പേരെ പാടുന്നുള്ളൂ. ഓക്കെ, ഇനി ചോദ്യം ചെയ്യൽ കുറ്റം പറിച്ചില്ല, അതൊന്ന് ഉഗാണ്ടേ പാടാൻ പറ്റുമോ? അവര് ദേശീയാന്നോ? കണ്ടോ, ആ പുള്ളി അത്രയും പറഞ്ഞിട്ട് കൂടെ പാടാനായിട്ടൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലതും കൂടെ പാടാൻ പറ്റുമോ? ഓക്കെ, നിങ്ങളൊന്ന് പാടി കൊടുക്കണേ. റെഡി, 1 2 3 ഗോ. ഓ, ബണ്ണിയങ്കള് ഉഗാണ്ടെ പാടിയില്ലെങ്കിൽ നമ്മുടെ ജോഷിയങ്ങൾ ഉഗാണ്ടെ തന്നെയാ പാടുന്നത് എന്ന് പറഞ്ഞിട്ട്. സൂപ്പർ, നല്ലൊരു കൈയടി. ഓക്കെ അങ്ങളെ, ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാൻ റെഡിയാണോ? നമുക്ക് അങ്ങളുടെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കണ്ടേ? വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? മലയാളം പറയത്തില്ല, ഉഗാണ്ട, പിന്നെ അത്യാവശ്യം സുഡാനി അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കുറച്ച് ബംഗാളി അറിയാം, പണ്ട് ബംഗാളിൽ പണിക്ക് പോയിട്ടുണ്ട്, അങ്ങനെ ഒരു ചെറിയ ഒരു പരിചയം. ഉഗാണ്ടയിൽ നീ കഴിച്ചോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ? അജനനെ കുച്ചു എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഉത്തരം കൂടെ എങ്ങനെ പറയുന്നേ? കുച്ചു, അങ്ങനെയാണ് അതിന്റെ ഉത്തരം കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഏത് പാട്ടിനാണ് ബണ്ണിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോകുന്നത്? ഏത് ഡാൻസ്? ഭയങ്കര അതിശയം തന്നെയാണോ? പറഞ്ഞ അച്ഛച്ചന്മാരും ചേച്ചിമാരുടെ ചിറകടിച്ചുയരും കാലം ബണ്ണിയങ്കളിന് അറിയാമോ? അറിയാം. അപ്പൊ നമ്മൾ ഒരുമിച്ച് സാറേ ബണ്ണിയങ്ങളുടെ കൂടെ നമ്മൾ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ അരികിൽ വരും, പക്ഷേ അടിക്കല്ലേ, ഡാൻസ് മാത്രം ചെയ്യണം. Are you ready? Are you ready? ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം, ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ.
മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 ഞാൻ പറക്കും. 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 ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. வனாந்தரத்தை சுற்றும் நாட்கள் முடிந்து விட்டது. மதில்களை நான் தாண்டும் நேரம் வந்து விட்டது. வனாந்தரத்தை சுற்றும் நாட்கள் முடிந்து விட்டது. மதில்களை நான் தாண்டும் நேரம் வந்து விட்டது. உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவேன். உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவேன். மேலே உயரே 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 நான் பறப்பேன். 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 உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவேன். உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவேன். மேலே உயரே 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 நான் பறப்பேன். உயரே 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 நான் பறப்பேன். உயரே 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 நான் பறப்பேன். உயரே உயரே ഉയരെ ഞാൻ പറപ്പേൻ. സൂപ്പർ. ഓക്കെ, എത്ര പേർക്ക് ബണ്ണിയുടെ കൂടെ സെൽഫി എടുക്കാൻ താല്പര്യമുണ്ട്? ഒരു മിനിറ്റ് എല്ലാരും കൂടെ ഓടി വരരുത്. ബെന്നി അങ്കിൾ അങ്ങോട്ട് വരും. ബണ്ണിയുടെ ഫോണുണ്ടോ? ഫോണില്ലേ? ഉഗാണ്ട വെച്ച് മറന്നുപോയി. കുഴപ്പമില്ല, നമ്മുടെ ജോഷ്യങ്ങളുടെ ഫോണിൽ എടുക്കുക. സെൻഡ് ചെയ്യാം. ഓക്കെ, അങ്കിൾ ഒന്ന് അവിടോട്ട് പോയി എല്ലാവരുടെയും ഫോട്ടോ എടുക്കാമോ? എല്ലാവരുടെയും കൂടെ. യെസ്, ഓടിപ്പോന്നു. യെസ്, ബണ്ണിയുടെ കൂടെ സെൽഫി എടുക്കാൻ ആഗ്രഹം. ഇത് സുഹൃത അവസരങ്ങൾ കിട്ടത്തില്ല. ഇങ്ങനെ ഉഗാണ്ടയിൽ വന്ന് ഒരു ബണ്ണിയുടെ കൂടെ നിങ്ങൾ എല്ലാരും ഇങ്ങനെ കാണിച്ച് ഒന്നൂടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. സാർ ഒരു വീഡിയോ. ബണ്ണി അങ്കിൾ പറയൂ. ബണ്ണി അങ്കിൾ സൂപ്പർ ആയിരുന്നു. നെക്സ്റ്റ് ഇയർ കുടുംബത്തോടെ വരണം. ബണ്ണിങ്ങൾ ഇനി ഇവിടെ ഇവരുമായിട്ടുള്ള ഒരു സെൽഫി. ഓടി വരുന്നു. യെസ്, അപ്പുറത്തോട്ട് നിന്നോ. ഓക്കെ, അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നു. ബണ്ണിയങ്കളുടെ കൂടെ ഇനിയും പുറത്തു വരാം. ഓക്കെ. ബണ്ണിയങ്കള് ഇതുവരെ പോയ BBSലേക്കാളും വ്യത്യസ്തപ്പെട്ട അനുഭവങ്ങൾ ബണ്ണിയങ്കളിന് കിട്ടിയിരിക്കുകയാണ്. ആ ബണ്ണിയങ്കളിന് വേണ്ടി നല്ലൊരു കയ്യടി. ഒരു അഭിപ്രായം ചോദിക്കാം. യെസ് പ്ലീസ്. ഓക്കെ, ജോദാൽഹബ പറഞ്ഞു. ജോദാൽഹബ സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടു ബണ്ണി അങ്കിൾ. നെക്സ്റ്റ് ഇയർ പ്ലീസ് കുടുംബത്തോടെ ഇവിടെ വരണം. സാറേ, കുടുംബം ഇല്ലെന്നേ ഉള്ളൂ. 10 കുഞ്ഞുങ്ങളുണ്ട്. 10 രാജ്യത്തിലായിട്ടാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ബണ്ണിയങ്കളിന് ടാറ്റ കൊടുക്കാം. യെസ്. ഓക്കെ, ഒരുമിച്ച് പറഞ്ഞ ടാറ്റ.
അയ്യോ പോവല്ലേ പെണ്ണുങ്ങൾ, അയ്യോ എന്തുമാത്രം കണ്ണുനീരാ പാവം പെണ്ണുങ്ങളുടെ കണ്ണീന്ന് വരുന്നത്. മോനെ പിടിക്കല്ലടാ, ഊരി വരുവടാ. അയ്യോ പോവല്ലേ പെണ്ണുങ്ങൾ, പറഞ്ഞേ അയ്യോ പോവല്ലേ പെണ്ണുങ്ങൾ, അയ്യോ പോവല്ലേ പെണ്ണുങ്ങൾ, അയ്യോ പോവേ ബല്ലങ്ങൾ. ഞങ്ങൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ കല്യാണം കഴിക്കണം. ആർക്കട കല്യാണം കഴിക്കേണ്ടി, ആർക്കട അവിടെ. ഓക്കെ. അപ്പൊ നമ്മുടെ ബണ്യങ്ങൾ നല്ലൊരു കയ്യടി കൊടുക്കുന്നു. ബണ്യങ്ങൾ ഒരു വഴി ഒരുക്കി കൊടുത്തേ, രാജകീയമായ ഒരു വഴി ഒരുക്കി കൊടുത്തേ. അങ്ങനെ സൈഡിൽ രണ്ട് അയ്യോ പോവല്ലേ ബണ്യങ്ങളെ, പോവല്ലേ തിരിഞ്ഞിരിക്കാതെ പോകണേ ബണ്യങ്ങളെ. അയ്യോ പോവല്ലേ ബണ്യങ്ങളെ, ടാറ്റാ. അയ്യോ തിരിച്ചു വരല്ലേ. അയ്യോ തിരിച്ചു വരല്ലേ, ചുമ്മാ കരഞ്ഞതാണ്. ഓക്കെ ടാറ്റാ. ഓക്കെ വണ്ടികൾ മലയാളം അറിയാത്തോണ്ട് ടാറ്റ പറഞ്ഞപ്പോഴും പോവും. ഓക്കെ അപ്പൊ ഹാപ്പി ആയിരുന്നോ? വണ്ടികൾ പോയോന്ന് ഉറപ്പ് വരുത്തിട്ടല്ലേ ഇനിയും കരഞ്ഞാൽ വീണ്ടും വരും. അയ്യോ വണ്ടികളെ പോവല്ലേ, അയ്യോ തിരിച്ചു വരല്ലേ. ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസം എല്ലാവരും ഒന്ന് പഴയ സ്ഥാനത്തോട്ട് വന്നേ. പെട്ടെന്ന് നമ്മുടെ പഴയ സ്ഥാനത്തോട്ട് ഒന്ന് ഇരുന്നേ. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ. നന്നായിട്ട് വേർത്തിട്ടുണ്ട് എല്ലാവരും അല്ലേ? ഓക്കെ എല്ലാവരും ഒന്ന് ഇരുന്നേ, സ്വസ്ഥമായിട്ടിരുന്നേ. ഓക്കെ അപ്പം 4-ാം ദിനം ഹാപ്പി ആയിരുന്നോ? എൻജോയ് ചെയ്തോ? ഒത്തിരി കാര്യങ്ങൾ പഠിച്ചല്ലേ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോ? ദാണ്ടേ ബണ്യങ്ങൾ പോയി അല്ലേ, ദൂരോട്ട് പോയിരിക്കുകയാണ്, നമ്മളെ വിട്ട് മറ്റൊരു VBSലേക്ക് പോവുകയാണ്. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബണ്യങ്ങളെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ബണ്യങ്ങളെ കാണാൻ ഇനി ആഗ്രഹമുള്ളൊരു കൈ ഒന്ന് നോക്കിക്കേ. ഓക്കെ എല്ലാവർക്കും കാണാൻ. സാറേ ഇനിയും എന്നായിരിക്കും അടുത്ത VBSന് തീർച്ചയായിട്ടും ബണ്യങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷവും വീണ്ടും നമ്മുടെ VBS അല്ലേ, അടുത്ത വർഷം നമ്മുടെ VBSന് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ കുടുംബമായിട്ട് നമ്മുടെ ബണ്യങ്ങൾ വരും. ഓക്കെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ നമ്മുടെ ഈ ബണ്യങ്ങളിനെയും കൊണ്ട് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്ന ആരാന്നറിയാമോ? നമ്മുടെ എക്സൽ മീഡിയ ടീമാണ്. അവരുടെ ആ ടീമിൽ അടങ്ങിയിരിക്കുന്ന 3 പേരുണ്ട്. ഒരാൾ ബിബിൻ സാറാണ്, ഒരാൾ രതീഷ് സാറാണ്, ഒരാൾ ജെഫിൻ സാറാണ്. നല്ലൊരു കയ്യടി അവർക്ക് വേണ്ടി കൊടുക്കുന്നു. അവർ എല്ലായിടത്തും ഇങ്ങനെ VBSകൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഡാൻസ് കളിച്ചതും ഇവിടെ ബണ്ണിയുമായിട്ട് എൻജോയ് ചെയ്തതും എല്ലാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ എക്സൽ മീഡിയ TV എന്ന് പറയുന്ന യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ലിങ്കും ഇട്ട് തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യണം എക്സൽ VBS, എക്സൽ മീഡിയ TV. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെസ്റ്റ് കല്ലടയുടെ യുണൈറ്റഡ് നമ്മുടെ VBSൻ്റെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്നുകൂടെ കൈ. സ്തോത്രം ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കാലം കർത്താവേ, നിന്റെ മക്കളോടൊത്ത് കർത്താവേ, അങ്ങയുടെ തിരുവചനം കർത്താവേ ഞങ്ങൾക്ക് കേൾപ്പാനും അത് വിവിധ ഭാഷകളിൽ കർത്താവേ ഞങ്ങൾക്കത് അനുകരിപ്പാനും ഇടയാക്കുക. അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോട് സകലവും തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ കരം നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ചെറുതായത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കർത്താവേ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും കർത്താവെ അത് അവരുടെ ജീവിതത്തിൽ കുരുന്ന് ഹൃദയത്തിൽ അത് ഹൃദയസ്ഥമാക്കി തുടർന്നും കർത്താവെ അവിടെ ഹല്ലേലൂയ കൃപയിൽ അവരെ താങ്ങുകയും ചെയ്യുമാറാകേണമെന്ന് അടിയനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നിതിനു വേണ്ടി കർത്താവെ അധ്വാനിച്ച
എല്ലാം നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ ധാരാളമായി പകർന്നാട്ട്. തുടർന്നും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കർത്താവേ, ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, ഈ ദേശത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ പരത്തുവാനുമുള്ള എല്ലാ കൃപയും നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. ഇതിൻ്റെ സംഘാടകരെ എല്ലാം അനുഗ്രഹിക്കണമേ, എല്ലാ ചർച്ചകളെ അനുഗ്രഹിക്കണമേ, ദാസന്മാരെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനും കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കും. താഴ്ത്തി ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, നമ്മെ നിരന്തരം വഴി നടത്തുന്ന പരിശുദ്ധാത്മന സംസർഗം കാവലും നമ്മളോട് കൂടെയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും നമ്മുടെ പ്രോഗ്രാമിനോട് കൂടെയും കർത്താവിന്റെ രണ്ടാമത്തെ വരെയും ഉണ്ടാകുമാറാകട്ടെ. കാര്യങ്ങൾ ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോലോ യേശു മസീഹ് കി, ബോലോ യേശു മസീഹ് കി, ബോലോ യേശു മസീഹ് കി. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഇവിടെ ഇന്ന് സന്തോഷ് ഫാസ്റ്ററും ആൻറ്റിയാണ്. ആൻറ്റി, അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത്തവണത്തെ VBS? എന്താണ് അതിൻ്റെ അഭിപ്രായം? വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വ്യത്യസ്തപരമായ രീതിയിലുള്ള ഒരു VBS ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ലൊരു സമർപ്പണത്തിലേക്ക് എത്തുവാനിടയായി. അതുപോലെ തന്നെ അവർക്ക് വളരെ എൻജോയ് പരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അവർക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഈ VBS, ഈ കല്ലട VBS വളരെ സഹായകരമായി തീർന്നു. ഒക്കെ പുതിയ അതിഥികളെ കാണുവാനും പിള്ളേർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുവാനിടെ ഇതുപോലെയുള്ള VBSകൾ ഇനിയും ഉണ്ടാകണമെന്നാണ് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം. ഓക്കെ, VBSൻ്റെ സംഘാടകരെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻറ്റി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത്തവണത്തെ VBS? അടിപൊളിയായിരിക്കുന്നു. നമുക്ക് സ്റ്റാലിനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ VBS മോനെ? അടിപൊളിയായിരുന്നോ? സൂപ്പർ ആയിരുന്നോ? എന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ട, പാട്ടാണോ ഗെയിംസ് ആണോ? ഗെയിംസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അടുത്ത തവണ VBSന് വരുമോ? വരുമെന്ന് പറഞ്ഞേ. വരും. ഓക്കെ, താങ്ക് യു. കല്ലട VBSൽ പങ്കെടുത്ത കുറച്ച് കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ നമ്മുടെ VBS എന്ന്. ഓക്കെ, അക്കു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പുതിയ ഓരോ ഗെയിംസും പുതിയ പാട്ടുകളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ പറ്റിയ ഓരോ തീംസ് ഒക്കെ ആയിട്ടുള്ള പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ണിയാണ്. ബണ്ണി എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു, നല്ല ഡാൻസ് ഒക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് വന്ന കൂട്ടുകാരൻ, ഞങ്ങൾക്ക് പപ്പറ്റ് ഷോയ്ക്ക് വന്ന കൂട്ടുകാരനും നല്ലതായിരുന്നു. പിന്നെ മാജിക് ഷോ നടത്തിയ ഡെന്നി സാറിന് ഞങ്ങൾ താങ്ക് യു പറയുന്നു. നല്ലതായിരുന്നു. സോഫി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. നല്ല ക്ലാസ്സായിരുന്നു. പ്രത്യേകിച്ച് ബണ്ണിയങ്കൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ട്, ആക്ഷൻസ് സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. താങ്ക് യു. രാജപക്ഷെ, എന്താണ് നമ്മുടെ VBSനെ പറ്റിയുള്ള അഭിപ്രായം? VBSൻ്റെ മെയിനായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ സംയുക്ത VBS ആയിട്ട് മാറി. ഐക്യതയോടെ 4 ചർച്ച് ചേർന്ന് ഐക്യതയോടെ നമ്മുടെ VBS നടത്തി. അതിലുപരിയായി നമ്മുടെ ഷൂഫാസ്റ്റർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബവും വളരെ അനുഗ്രഹമായി പ്രവർത്തിച്ചു. ദേശത്തിന് വലിയൊരു അനുഗ്രഹമായി. എല്ലാ മക്കളും അനുഗ്രഹത്തോടെ കടന്നു പോകാനൊരു വഴിയായി. ഇനി എല്ലാ വർഷവും ഇതുപോലൊരു VBS നടത്തണം, ഇതിൽ ഉചിതമായി നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ഞങ്ങൾ 4 പേര് കൂടി 3 പേര് കൂടി ചെറുതായിട്ടൊന്ന് സംസാരിച്ചതേ ഉള്ളൂ, ഒരു VBS നടത്തണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൈ കൊടുത്ത് പ്രാർത്ഥിച്ചു. ആദ്യം ഒരു വലിയ അനുഗ്രഹമായിട്ട് ദൈവം നടത്തി. ഇത് ഇനി എല്ലാ വർഷവും ഇതിൽ ഉപരിയായി നടക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ശിവഫാസിനെ ഞാൻ വളരെ അനുഗ്രഹത്തോടെ അദ്ദേഹത്തിനെ കാണുന്നു. അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായിട്ടും വളരെ അനുഗ്രഹത്തോടും ഈ ഒരു വേല നമുക്ക് തീർക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെ അനുഗ്രഹമായി തീർന്നു. അവർക്ക് വചനം പഠിക്കുവാനും ആക്ഷൻ പഠിക്കുവാനും അവർക്ക് എല്ലാ രീതിയിലും വളരെ അനുഗ്രഹമായി തീർന്നു. ജീവിതത്തിൽ അവർക്ക് വലിയ അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്കിത് സംയുക്തമായിട്ട് തന്നെ നടക്കണമെന്നും പ്രാർത്ഥിക്കാം. എല്ലാവരും വളരെ സന്തോഷമായി. നമ്മുടെ പ്രവർത്തകർക്കെല്ലാം അതിനായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും അനുഗ്രഹിക്കും. ഓക്കെ അങ്കിൾ, താങ്ക് യു. നമ്മുടെ കൂടെ ഇന്ന് പ്രിൻസി ആൻറ്റിയാണ് കൂടെ ചേർന്നിരിക്കുന്നത്. പ്രിൻസി ആൻറ്റി ഇവിടുത്തെ ടീച്ചറായിരുന്നു. ആൻറ്റി, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്ലട VBS ഇത്തവണത്തെ? ഈ പ്രാവശ്യത്തെ VBSൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വളരെയധികം വെറൈറ്റി പ്രോഗ്രാമുകളായിരുന്നു. കുഞ്ഞുങ്ങളെ എല്ലാം വളരെയധികം അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഗെയിമുകളെ, അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങുകളെ, പുതിയ വെറൈറ്റി ഗെയിമിങ്സുകളായിരുന്നു. അവരെ പിടിച്ചിരുത്തത്തക്ക രീതിയിലുള്ള നല്ല ഗെയിമുകളായിരുന്നു. എല്ലാം
ഓൾറെഡി എല്ലാ കാര്യവും ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി പ്രോഗ്രാമുകളായിരുന്നു. വളരെ വ്യത്യസ്തമായിരുന്നു ഈ വർഷത്തെ എല്ലാ പ്രോഗ്രാമുകളും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക്സ്. താങ്ക് യു ആൻറ്റി, താങ്ക് യു. ഓക്കെ, നമുക്ക് ജോനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ VBS? ഞാൻ നല്ല ഡാൻസായിരുന്നു, ആശ സോങ് ആയിരുന്നു, ഗെയിമായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ട്. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ് നല്ല VBS ആയിരുന്നു. അടുത്ത തവണ വരുമോ? വരും. കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ട് വരും. ഓക്കെ, ജെന്നിഫർ ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ജെന്നിഫർ നമ്മുടെ ഇത്തവണത്തെ VBS? നല്ല പാട്ടുകളായിരുന്നു, നല്ല സ്റ്റെപ്സും ഡാൻസും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പപ്പച്ച എങ്ങനെ ഉണ്ടായിരുന്നു? ബണ്ണിയെ ഇഷ്ടപ്പെട്ടോ? അടുത്ത തവണ VBSന് വരുമോ? വരും. അടിപൊളിയായിരുന്നു എന്നാണ് ജെന്നിഫർ പറയുന്നത്. താങ്ക് യു. നമ്മുടെ മുമ്പിൽ ഇപ്പൊ ചിക്കു ആണ് നിൽക്കുന്നത്. ചിക്കു, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ നമ്മുടെ കല്ലട VBS? കല്ലട VBS അടിപൊളിയായിരുന്നു. എനിക്ക് ഈ ഒരു VBSൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ദിവസം തന്നെ വന്നപ്പോൾ തന്നെ ഇനിയും പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ആക്ഷൻ സോങ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ആക്ഷൻ സോങ്ങും പിന്നെ നല്ല ഡയറക്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഓരോ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരിക്കലും മറക്കത്തില്ല. അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു VBS ആയിരുന്നു. സൂപ്പറായിരുന്നു. നമുക്ക് ആഷിനോട് ജനീലയോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ കല്ലട VBS എന്ന്? ഇഷ്ടപ്പെട്ടോ? നല്ല VBS ആയിരുന്നു. ഇഷ്ടംപോലെ പാട്ടുകളും ഡാൻസിലൊക്കെ പഠിക്കാൻ പറ്റി. യേശുവിനെ കുറിച്ച് കൂടുതലും കൂടെ അറിയാൻ പറ്റി. നല്ലതായിരുന്നു. ആഷിൻ, എങ്ങനെ ഉണ്ടായിരുന്നു VBS? അടിപൊളിയായിരുന്നു. നല്ല VBS ആയിരുന്നു. ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഗെയിംസ് ആണോ ഇഷ്ടപ്പെട്ടത്? പാട്ടാണോ? ഗെയിംസ് ആണ് ഇഷ്ടപ്പെട്ടത്. ശരിയെന്നി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത്തവണത്തെ VBS? ഇത്തവണത്തെ VBS വളരെ എൻജോയ് ആണ്. എല്ലാം യൂണീക്കായിട്ട് നടത്തുന്നത് കൊണ്ടും എല്ലാ കുഞ്ഞുങ്ങളും കടന്നു വന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ യൗവനക്കാരെ കുഞ്ഞുങ്ങൾ വരെ വളരെ ആക്റ്റീവാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. അവർ അടുത്ത വർഷം കടന്നു വരാൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. പാട്ടുകളായാലും നല്ല വെറൈറ്റി പാട്ടുകൾ, അവർക്ക് വളരെ സന്തോഷമാണ്. ഒന്നും പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ല മനോഹരമായിരുന്നു പ്രാവശ്യത്തെ VBS. താങ്ക് യു ഷിജേന്റി. രണ്ടാമത് കല്ലട സംയുക്ത VBS സംഘാടനത്തിലെ പങ്കാളിത്തം കൊണ്ടും ഐക്യത കൊണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റിയ 100-ലധികം കുഞ്ഞുങ്ങൾ പങ്കെടുത്ത നിരവധി ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്ത അതിമനോഹരമായ അതിശയകരമായ ഒരു VBS, ദേശത്തിന് വലിയൊരു സന്ദേശം പകർന്നു കൊടുത്ത അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്ന മനോഹരമായ ഒരു VBS. എക്സലിന് നന്ദി, കുട്ടികൾക്ക് നന്ദി, ടീച്ചേഴ്സിന് നന്ദി. മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു കല്ലട VBS?